CPM സ്ഥാനാർത്ഥി പി സരിൻ തിരക്കേറിയ പ്രചാരണ പരിപാടികളിലാണ്. അതായത് പരസ്യപ്രചാരണമല്ല, ഓരോ വീടുകൾ കയറി വോട്ടുറപ്പിക്കാനും മറ്റും അവസാനമായി ചിഹ്നം കാണിക്കാനും മറ്റുമുള്ള ശ്രമത്തിലാണ്. 9ാമത്തെ ചിഹ്നമാണല്ലേ? നമ്മൾ പ്രായമായ ആളുകളിലേക്ക് 9ാമത്തെ ചിഹ്നം നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ളൊരു ക്യാമ്പയിനാണ്. എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ കൃത്യമായിട്ട് സരിന് ഏതാണ് ചിഹ്നം, എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അവരും പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അതാണിപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന മാത്തൂർ പഞ്ചായത്തിലെ വോട്ടറാണ്. ആ വോട്ടർ ഇവിടുന്ന് വോട്ട് ചെയ്തു, നാളെ മാത്തൂരിൽ പോയി വോട്ട് ചെയ്യും. മാത്തൂർ പഞ്ചായത്തിലാണ് നമ്മളുള്ളത്. ടെലസ്കോപ്പ് വോട്ടറാണ്, അങ്ങനെ മാത്തൂർ പഞ്ചായത്തിലെ വോട്ടറാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ഏതായാലും സരിൻ നല്ല തിരക്കിലും മറ്റുമാണ്. അദ്ദേഹത്തോട് നമുക്ക് എങ്ങനെയെങ്കിലും സംസാരിക്കണമെന്നാണ് കരുതുന്നത്. അതായത് സരിൻ ഇന്നിപ്പോൾ സുപ്രഭാതത്തിൽ ഒരു പരസ്യം എഡിറ്റോറിയൽ ഭാഗമായി വന്നിരിക്കുന്നു. സരിൻ തരംഗം മാത്രവുമല്ല, സന്ദീപ് വാര്യർ ഒരു വർഗീയവാദിയാണ് തരത്തിലുള്ളൊരു പരസ്യമാണ് വന്നിരിക്കുന്നത്. അത് വലിയ വിവാദമാകുന്നു. ഷാഫി പറമ്പിൽ പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കുറച്ചുകൂടി മറ്റൊരു വേർഷനാണെന്നാണ്. ഞാൻ ഇതിനൊന്നും പ്രതികരിക്കാൻ ആളല്ല. ഞാൻ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അവരോട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ അർത്ഥത്തിൽ ഈ വിഷയങ്ങളിൽ കൃത്യമായി ജനങ്ങൾക്കറിയാമല്ലോ. ജനങ്ങൾ പറയുന്ന കാര്യങ്ങളും ജനങ്ങൾക്ക് ബോധ്യം വന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ വെളിച്ചത്തിലാണല്ലോ ജനം വോട്ട് ചെയ്യുക. അവസാന നിമിഷം പഴയ ഓർമ്മകൾ ഉണർത്തുന്ന രീതിയിലൊരു പ്രയോഗം കൊണ്ട് വന്നാലൊന്നും ജനങ്ങളതിൽ വീഴോ പിടിക്കുകയോ ഒന്നുമില്ല. നമ്മൾ ജനങ്ങളോട് നേരിട്ടല്ലേ പറയുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളത് വിശ്വസിക്കും. അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറക്കണ്ട കേട്ടോ, നമുക്ക് ജയിക്കണം, ഒപ്പം ജയിക്കണം. 9ാമത്തെ പേര് ഡോക്ടർ സരിൻ. അതായത് മറ്റൊരു ചോദ്യം കൂടി, വ്യാജ വോട്ട് വിവാദം വ്യാപകമായുണ്ട്. കൊടുമ്പ് പഞ്ചായത്തിലെ വോട്ട് കണ്ണാടി പഞ്ചായത്തിൽ ചേർത്തതൊക്കെ അത്തരത്തിൽ വ്യാജ വോട്ടർമാർ വരികയാണെങ്കിൽ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് CPM. എന്നാൽ അത് തടയാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുന്നു. അങ്ങനെ അതൊരു എന്താ പറയുക, കോൺഫ്ലിക്റ്റിലേക്കല്ല പോവുക, പകരം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമല്ലോ. ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ ഭരണാധികാരിക്കും ഇതിലൊരു ഉത്തരവാദിത്വമുണ്ട്. അവരത് നിർവഹിക്കും. അത് നിയമം പാലിച്ചുകൊണ്ട് നമ്മളത് ചെയ്യും. നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പോളിംഗ് ഓഫീസറെ അറിയിക്കും. ഇതിവിടുത്തെ ആളല്ല, ഇവിടെ ഈ അഡ്രസ്സ് ഇല്ല, ഇങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ അതിന് കൃത്യമായ 150 ബൂത്തിൽ നമ്മുടെ ഒരു സംവിധാനം ഉണ്ടാകും. ദിവസത്തെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? എല്ലാ സ്ഥലങ്ങളിലും എത്തുക തന്നെയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. എല്ലാ ദിവസവും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് പോലെ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചിഹ്നം അല്ലേ? ഇതാണ് ചിഹ്നം. ചിഹ്നമൊക്കെ കഴുത്തിലിട്ടാണ്. പിന്നെന്താ, ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും എല്ലാത്തിനും. ഓക്കെ, താങ്ക് യു. അതായത് ചിഹ്നമൊക്കെ കൊണ്ട് സരിന് പുറകെ തന്നെ ആളുകളുമുണ്ട്, പ്രവർത്തകരുണ്ട്. ഏതായാലും ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്ന് തന്നെയാണ് തൻ്റെ ശ്രമം എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്.